നമസ്കാരം. ഒരു കഴക്കൂട്ടം സ്വദേശി എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഈ കൊച്ചു കഴക്കൂട്ടത്തിൽ ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? IT നഗരം എന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ടൗണായി മാറിക്കൊണ്ടിരിക്കുന്ന കഴക്കൂട്ടത്ത് നിന്ന് ഇന്ന് പുറത്തു വന്നൊരു വാർത്ത. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞാൽ മതി. കാര്യം ഈ വൻകിട ഫ്ളാറ്റുകൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇപ്പോൾ കഴക്കൂട്ടം. കഴക്കൂട്ടം ഭാഗത്തൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഫ്ലൈ ഓവർ വഴിയോ അല്ലെങ്കിൽ റോഡുകൾ വഴി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകൾ കാണുന്ന ഇടമാണ്. ആ ബൈപ്പാസ് വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഫ്ളാറ്റുകൾ ഇപ്പോൾ പൊന്തിയതുണ്ട്, പൊന്തിക്കൊണ്ടിരിക്കുന്നതുണ്ട്, വരാനിരിക്കുന്ന പല പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ അതിനകത്തെ ചില വൻകിട ഫ്ളാറ്റുകൾ നടക്കുന്ന സംഭവം ഇതിപ്പോൾ ശ്രീകാര്യം കേന്ദ്രീകരിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൃഷി തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? നോക്കി. How many months holding? No, these are discarded ones. These are not planted. These are discarded ones. These are not planted ones. These are the planted ones. These are the planted. These are the planted ones. These are to eat with chutney Why these are discarded? because they are grown now. They can have. They are grown now. Yeah, so they are not useful. These are the new plants. Yeah. What kind of fertilizers you use for I this? don't use any fertilizer. I just use the compost. Soil, compost soil. Okay. Yes. ഇവിടെ വരണ ബാക്കിലെ ഇവിടെ കണ്ടില്ലേ? IT ജീവനക്കാരനാണ്. IT ജീവനക്കാരൻ ഫ്ലാറ്റിൽ സ്വന്തം നിലയ്ക്ക് കൃഷി, അതായത് കഞ്ചാവ് കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും മലയാളികൾ ആരുമല്ല. അങ്ങ് നോർത്തിൽ നിന്നൊക്കെ ഹരിയാന സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെക്നോ പാർക്കിലെ IT എംപ്ലോയി ആണ്, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയാണ്. ഈ കഞ്ചാവൊക്കെ അന്വേഷിച്ച് നടന്ന് മടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ടിയാൻ എന്ത് ചെയ്തിരിക്കുന്നത്, വീട്ടിൽ തന്നെ അങ്ങ് കൃഷി ചെയ്ത് ആരെയും പുറകിൽ നടക്കണ്ട, ഞാൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഞാൻ തന്നെ ഉപയോഗിക്കാനുള്ള കഴിവ്. കാര്യം ഈ നോർത്തിലൊക്കെ ഉള്ളവർക്ക് ഇതിനുള്ള കഴിവ്, കാര്യം മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രത്തോളം കഴിവില്ലെങ്കിലും നോർത്തിലുള്ളവരൊക്കെ എങ്ങനെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. വലിയ ഫ്ലാറ്റുകളൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടങ്ങളിൽ എന്തുണ്ടാകാറില്ല, റെയ്ഡുകളൊന്നും നടക്കാറില്ല. കാര്യം സ്വകാര്യത വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പോരാത്തതിന് വൻകിട ലോബികൾ അല്ലെങ്കിൽ വൻകിട കച്ചവടക്കാർ, ബിസിനസ്സുകാരൊക്കെയാണ് ഫ്ലാറ്റ് നിർമ്മാണം നടത്തുന്നത്. അവർക്കിവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലൊക്കെയുള്ള ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത്തരം ഫ്ലാറ്റുകളിലേക്ക് പരിശോധന അപൂർവമാണ്. പക്ഷേ ഇത് ഒരു പരിധിവിട്ട രീതിയിൽ പുറത്തേക്ക് പോയതുകൊണ്ടാണല്ലോ ഇതിനെ സംബന്ധിച്ച് ശ്രീകാര്യം പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതും അതിനുശേഷം നടത്തിയ പരിശോധനയിൽ അവിടെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കഞ്ചാവ് കാട് തന്നെ അവിടെ രൂപപ്പെടുന്ന സാഹചര്യം. നോക്കിയേ, മഗ്ഗൊക്കെ വാങ്ങിച്ച് റൂമിനകത്ത് എത്രമാത്രം പരിലാളിച്ചാണ് അതിനെ വളർത്തുന്നത് നോക്കിയേ. ഈ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു താല്പര്യവും ഈ ഒരു വൈഭവവും പച്ചക്കറി കൃഷിക്ക് നടത്തിയിരുന്നെങ്കിൽ ഈ നാടിൽ എന്തോരം ഉൽപാദനം ഉണ്ടായേനെ. ഇതിപ്പോൾ നോക്കിയേ, ഇത് അന്വേഷിച്ച് അലഞ്ഞു നടന്ന് ഇനി എനിക്ക് വയ്യ, വീട്ടിൽ തന്നെ, അതായത് ഹരിയാനയിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കണം, അതുകൊണ്ടാണല്ലോ ഈ നാട്ടിൽ വന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ തൂഫാനൊക്കെ ആരംഭിച്ചിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കാണേണ്ട ഒരു കാര്യം, പണ്ടത്തെ കാലഘട്ടത്തിലെ മാനസികാവസ്ഥയിലാണെങ്കിൽ ഇതിനെ ഒരിക്കലും തടയിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ലഹരി കേന്ദ്രങ്ങൾ, ബാറ് തുടങ്ങിയ ഇടങ്ങളിലല്ല ഇതിൻ്റെ വ്യാപാരങ്ങൾ നടക്കുന്നത്. വൻകിട ഹോട്ടലുകൾ, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ കച്ചവടവും വ്യാപനവും ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തലസ്ഥാനത്ത്
കഴക്കൂട്ടം പോലുള്ള പ്രദേശത്ത് ഒരുപാട് പേർ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് വന്ന് താമസിക്കുന്നവരാണ്. കാര്യം ഈ പ്രദേശവാസികളല്ല, പുറത്തു നിന്നൊക്കെ ഈ IT-യുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന നിരവധി പേർ ഈ നാട്ടിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിങ്ങിപ്പാർക്കുകയാണ്. അവിടങ്ങളിലൊക്കെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വരെ കൃഷി ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ലഹരിയുടെ വ്യാപനം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെയൊക്കെ പാപഭാരം മലയാളികളുടെ തലയിലല്ല. നോർത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ ഇതൊന്നും യാതൊരു പ്രശ്നവുമല്ല. ഇങ്ങനെ ഫ്ളാറ്റുകൾ ചെയ്താൽ ഒരിക്കലും റെയ്ഡിലൂടെ പിടിക്കാനും പോകുന്നില്ല എന്ന മാനസികാവസ്ഥയായിരിക്കണം നമ്മുടെ IT പ്രൊഫഷണലെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിച്ചത്. എന്തായാലും പോലീസ് കൈയോടെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇത്തരം പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയാൽ ലഹരിയെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കഴക്കൂട്ടം പോലുള്ള പ്രദേശങ്ങളിൽ ഫ്ളാറ്റുകൾ, അത്യാഡംബര റിസോർട്ടുകൾ തുടങ്ങിയുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരം എക്സൈസിൻ്റെയും പോലീസിൻ്റെയും കണ്ണെത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ നെറ്റ്വർക്ക് ഒന്ന് ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അവർ ഒന്ന് പിൻവാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും DJക്കകത്ത് മദ്യപാനം നടത്തിയവരല്ല യഥാർത്ഥ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗക്കാർ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്.